ഗൈസ്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ സാധാരണ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യേണ്ട സാധനമാണ് ഇത് അല്ലേ. ഇനി നമുക്കിതിങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അങ്ങനെ ഇത് ഫുള്ളും ചെയ്യുക. ഗൈസ് നമുക്ക് ചെയ്യാം. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്താ അറിയില്ലല്ലോ, നമുക്ക് അങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് വന്നപ്പോൾ കുഴപ്പമില്ല, നോർമൽ നമ്മൾ ചെയ്യണ വരെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചില സ്റ്റിച്ചസ് തെറ്റാറുണ്ട്, പക്ഷേ ഞാൻ വർക്ക് വെക്കാറില്ല. ഇതൊക്കെ വെക്കാണ്ട് നമ്മൾ അങ്ങനെ ഓരോ സ്റ്റിച്ചസ് ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ അങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സർക്കിൾ കഴിഞ്ഞ ഡൗട്ട് കാരണം ഡൗട്ടായിരിക്കാം എനിക്ക്, കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് 52 ചെയ്യാം. കാരണം 52 ഇൻറ്റു 3 ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് അത് ആലോചിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് 52 സ്റ്റിച്ചുകളൊക്കെ ചെയ്തെടുക്കാം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്ത് കാണാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ 3ാമത്തെ സ്റ്റിച്ചിലല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചുകൾ മനസ്സിലാക്കാമെന്ന് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു വി ആകൃതികൾ എന്ന് വെച്ചാൽ വി ഷേപ്പ് ഇങ്ങനെ എന്താ കാണിച്ചു തരാം. ഇങ്ങനെ വി സാധാരണ നമ്മൾ സാധാരണ അങ്ങനത്തെ വി ഷേപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വി ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഒരു വി ഷേപ്പ് കണ്ടതിന് ഒരു സ്റ്റിച്ച്, 2 വി ഷേപ്പ് കണ്ടതിന് 2 സ്റ്റിച്ച് വെച്ചാൽ ഒരു ഇങ്ങനത്തെ വി ഷേപ്പ് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് അങ്ങനത്തെ ഇങ്ങനെ വീണ്ടും 2 വെച്ചാൽ വീണ്ടും ഇത് കണ്ടു വീണ്ടും തുണപ്പോൾ 2 അങ്ങനെ ഒരു സ്റ്റിച്ചസ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കിത് 52 ചെയ്യണം. ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ്, കാരണം ഇതിങ്ങനെ കുറേ സ്റ്റിച്ചസ് ചെയ്ത് 2 കൂടെ ഒന്ന് തെറ്റി തോന്നുന്നു. പക്ഷെ നമ്മളെന്ത് വക്ക വെക്കരുത്, നമ്മൾ വക്ക വെക്കാൻ നമ്മളിങ്ങനെ ഫുള്ള് ചെയ്യണം. അപ്പം ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കാണുമ്പോൾ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. നമുക്ക് അഥവാ അതിൻ്റെ രസം തോന്നിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കൃട്ടുപതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. ഓക്കെ ഞാൻ ചേച്ചി ഇത്ര എത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഇതാ കഴിയാറായിത്തരുള്ളൂ ഇനി. പക്ഷെ നമ്മൾ ചെയ്ത് വന്നിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത്ര ചെയ്താലും നമുക്ക് ഇതിനെക്കാട്ടും വെച്ചാൽ ഈ ചെയിൻ സ്റ്റിച്ചിനെക്കാട്ടും കുറവായിരിക്കും ഈ സ്റ്റിച്ചിൽ കിട്ടുക. അപ്പോൾ ഫുള്ളും ചെയ്തിട്ടും കാണാം കേട്ടോ. ഞാനിത് ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കണം എനിക്ക് മടുക്കണില്ലേ എന്നെന്തോ ചെയ്യുമ്പോൾ മടുക്കണമെന്നില്ല. കാരണം ഇതൊരു നല്ലൊരു ആക്ടിവിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ബോറടിക്കാതെ ചെയ്യുകയും ചെയ്യാം. അതൊക്കെ നല്ലൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഇത് മേടിച്ചപ്പോൾ ഞാൻ ഇച്ചിരി പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. തന്നെത്താൻ ചില വീഡിയോസ് ഒന്നും നോക്കാണ്ട് തന്നെത്താൻ ഞാൻ ഇച്ചിരി പരിശ്രമങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ലാസ്റ്റ്